ഷവോമിയുടെ ഷവോമി സിവി എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി സിവി എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഷവോമി സിവിയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 നിറ്റ്സ് ആണ്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലോണം തിന്നായിട്ടുള്ള ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ച ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 166 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ് ഷവോമി സിവി എന്ന ഫോൺ. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 6.98 mm ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ളൊരു ഫോൺ കൂടിയാണ് ഈ ഒരു ഫോൺ. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ ഷവോമി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഡിസൈനും ഒക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈനും അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ 30,000 രൂപയ്ക്ക് അടുത്ത് ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണെന്ന് വെച്ചാൽ അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്നാപ്ഡ്രാഗൺ 870 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രോസസ്സർ ബെസ്റ്റ് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സാംസങ് GD1 സെൻസറാണ്. ഇതിൽ ഓട്ടോ ഫോക്കസ് എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഫ്ലാഷൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു ഫോൺ ചൈനയിൽ മാത്രമേ ലോഞ്ച് ചെയ്യൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2599 യുവാൻ എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഏകദേശം 29,600 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷവോമി സിവി എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഡിസൈനൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്നാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഷവോമി 11 ലൈറ്റ് 5G NE എന്നൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് ഇതുപോലെ തിന്നായിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു 5G ഫോണാണ്. എന്തായാലും ഷവോമി സിവി എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.